ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തുവരുന്നതുവരെ പോറ്റിയെ താൻ കാണുന്നത് കളങ്കമില്ലാത്ത മനുഷ്യനെന്ന നിലയിലെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിരവധി തവണ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ വീട്ടിൽ പോയത് ഒരു തവണ മാത്രമെന്നും കടകംപള്ളി പ്രതികരിച്ചു. ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആതിര, ഇപ്പോൾ കടകംപള്ളി പറയുന്ന വാക്കുകൾ അതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പോറ്റിയെ കാണുന്നത് കളങ്കമില്ലാത്തയാളെന്ന രീതിയിലാണ്. താൻ വീട്ടിൽ പോയിട്ടുണ്ട്, അത് ഒരു തവണ മാത്രമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമായും പുറത്തു വന്നത്. ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസി നടത്തുന്ന വെളിപ്പെടുത്തലിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏകദേശം 2 തവണയോളം പോയിരുന്നു എന്നുള്ളതാണ് അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. കളങ്കിതനായ വ്യക്തിയാണെന്ന് അത്തരത്തിൽ തിരിച്ചറിയാതെയാണ് താൻ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നുള്ളതാണ് നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2025 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കളങ്കിതനാണെന്ന് അറിയില്ലായിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരു റോളുമില്ലെന്ന മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായും നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ നിയമസഭയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സ്വാഭാവികമാണെന്നും പ്രതിഷേധിക്കൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സഭയിൽ പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ഈ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് CPM വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇരു രീതിയിലും, അതായത് കോൺഗ്രസും CPM-ഉം ഒരുപോലെ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കളങ്കിതനായ വ്യക്തിയെ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് കരുതുന്നില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ ഏതായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് പോയത്. പക്ഷെ ആ പരിപാടി എന്താണ് എന്ന കാര്യത്തിൽ കൃത്യമായി താൻ ഓർക്കുന്നില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ ഏതായാലും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഏതായാലും ഒരു സ്ഥിരീകരണം അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരുന്നതുവരെ പോറ്റിയെ താൻ കാണുന്നത് കളങ്കമില്ലാത്ത മനുഷ്യനെന്ന നിലയിലെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. നിരവധി തവണ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ വീട്ടിൽ പോയത് ഒരു തവണ മാത്രമാണെന്നും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു.